10 ലക്ഷത്തോളം രൂപ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇവരുടെ ഒരു അക്രമ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഇതിനു മുമ്പും മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരും SFIയുടെ ഗുണ്ടകളുമൊക്കെ മുസ്ലിം ലീഗ് ഓഫീസ് തകർത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ നിയമ നടപടികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നിട്ട് പോലും നിയമം കയ്യിലെടുത്ത് ആഭ്യന്തര വകുപ്പ് കയ്യിലുണ്ടെന്നുള്ള ഒരൊറ്റ ധാരണയിൽ ഈ മുസ്ലിം ലീഗിന്റെ ഓഫീസും അതിന്റെ പ്രവർത്തകർക്കെതിരെ ഉള്ള ഈ കയ്യേറ്റ ശ്രമം ഒരിക്കലും നോക്കി നിൽക്കാൻ കഴിയില്ല. തികച്ചും പ്രതിഷേധാർഹമാണ്. ഇന്ന് UDF ഹർത്താൽ ആഹ്വാനം ചെയ്തതാണ്. പക്ഷേ ഈ ശബരിമല സീസൺ, അതുപോലെ തന്നെ പോലീസിന്റെ പ്രോംപ്റ്റ് ആക്ഷൻ, പിന്നെ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കണക്കിലെടുത്താണ് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് UDF ഹർത്താൽ പിൻവലിച്ചത്. പക്ഷേ ഇത് ഒരു പിൻവാങ്ങലായിട്ടോ അതല്ലെങ്കിൽ ഒരു ഭീരുത്വമായിട്ടോ കാണുന്നതിന് തെറ്റാണ് എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഒരിക്കലും UDFനോ മുസ്ലിം ലീഗിനോ കഴിയില്ല. ഏതൊരു പാർട്ടി പ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓഫീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, അതുപോലെ തന്നെ പ്രകടനം നടത്താം, പ്രതിഷേധങ്ങൾ നടത്താം. പക്ഷെ ഇന്ന് വരെ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ UDF ഒരു എതിരാളികളുടെ ഒരു രാഷ്ട്രീയ ഓഫീസും കയ്യേറുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇല്ലാത്ത ഒരു സംഭവത്തിന്റെ പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഇതിൽ ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ്, ഞാൻ മനസ്സിലാക്കുന്നത് ഏരിയ സെക്രട്ടറി ലൈവിൽ വന്നുകൊണ്ട് കലാപത്തിന് ആഹ്വാനം ചെയ്ത ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസ് എറിഞ്ഞ് തകർത്തു എന്നും ഒക്കെ ലൈവിൽ വന്ന് പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഓഫീസ് സെക്രട്ടറി പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ തോൽവിയിലുള്ള ജാള്യത മറക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടും ബോധപൂർവം ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഇന്നലെ നടത്തിയ മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവും നിയമ നടപടികളും സ്വീകരിക്കുമെന്നും അറിയിക്കുന്നു.